കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും ജിന്നുകളും മലക്കുകളും കല്ലും എല്ലാം ആരാധിക്കപ്പെടുന്ന ഒരു ലോകത്ത് ഇതിനൊക്കെ നാശമുണ്ടെങ്കിൽ നാശമുള്ളതിനെ എങ്ങനെ ആരാധിക്കും? പുട്ടപ്പർത്തിയിലെ സായിബാബ മരിച്ചെങ്കിൽ, യേശു ഉയർത്തി ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രൈസ്തവരുടെ വാദപ്രകാരം കുരിശിലേറിയെങ്കിൽ, 3 ദിവസം കുരിശിൽ മരിച്ചെങ്കിൽ ആ 3 ദിവസം ലോകത്തെ നിയന്ത്രിച്ചതാരാ? മുഹമ്മദ് നബി മരിച്ചിട്ടും എന്തേ സൂര്യൻ ഉദിക്കുന്നത്? അതുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ മകൻ മരിച്ചപ്പോ, അതെ മുഹമ്മദ് നബിയുടെ മകൻ മരിച്ചത് കൊണ്ടാണ് സൂര്യന് ഗ്രഹണമുണ്ടായി എന്ന് പറഞ്ഞപ്പോ അന്ധവിശ്വാസങ്ങളുടെ വേററുത്ത വിശ്വാചാര്യൻ ലോകഗുരു യാ അയ്യുഹന്നാസ് ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാഹ്, സൂര്യനും ചന്ദ്രനും പടച്ചവന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ട 2 ദൃഷ്ടാന്തമാണ്. അതൊരാൾ മരിച്ചത് കൊണ്ടോ ഒരാൾ ജനിച്ചത് കൊണ്ടോ അതിന്റെ പ്രയാണത്തിന് ഭംഗം വരില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച് അന്ധവിശ്വാസത്തിൽ മനുഷ്യരെ മുക്തനാക്കിയ ഒരു പ്രവാചക തിരുമേനി